CE 800-നോടടുത്താണ് വാഴപ്പള്ളി ചെമ്പ് തകിടുകൾ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ നിന്നും ലഭ്യമായ ഏറ്റവും പഴയ ലിഖിതമാണിത്. വട്ടെഴുത്തിലും ഗ്രന്ഥലിപിയിലും എഴുതപ്പെട്ട ഈ ലിഖിതം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് വാഴപ്പള്ളി ഗ്രാമത്തിൽ വെച്ചാണ് തയ്യാറാക്കിയത്. ചങ്ങനാശ്ശേരിയിലെ തലമണ്ണ ഇല്ലത്ത് നിന്നും ശ്രീനിവാസ ശാസ്ത്രിയാണ് ഈ ലിഖിതം കണ്ടെടുത്തത്. മഹോദയപുരം രാജാവായിരുന്ന രാജശേഖരവർമ്മൻ്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രസമിതി അംഗീകരിച്ച ഒരു പ്രമേയമാണ് വാഴപ്പള്ളി ലിഖിതത്തിൻ്റെ ഉള്ളടക്കം. മഹോദയപുരത്തെ ചേരമാൻ പെരുമാൾ ആണ് ലിഖിതത്തിൽ പരാമർശിക്കുന്ന രാജശേഖരവർമ്മൻ എന്ന ചില ചരിത്രകാരന്മാരുടെ നിഗമനം. വാഴപ്പള്ളി ലിഖിതത്തിൽ പരാമർശിക്കുന്ന ശ്രീരാജരാജാധിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖരദേവൻ അഥവാ പെരുമാൾ അടികൾ എന്ന ചേര പെരുമാളിൻ്റെ 12ാം ഭരണവർഷത്തിലാണ് ലിഖിതം തയ്യാറാക്കപ്പെട്ടത് എന്നാണ് ലിഖിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. 18 നാട്ടാരും വാഴപ്പള്ളി ഊരാരും നേതൃത്വം നൽകിയ ക്ഷേത്ര സമിതിയാണ് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ലിഖിതം തയ്യാറാക്കിയത്. തിരുവത്രവായി ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്തുന്നതിനായി ഭൂമി ദാനം ചെയ്യുന്നതാണ് ലിഖിതം. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അവരിൽ ചുമത്തേണ്ട പിഴയെയും കുറിച്ചും പരാമർശമുണ്ട്. നമഃശിവായ എന്ന മന്ത്രണത്തോടെയാണ് പ്രമേയം ആരംഭിക്കുന്നത്.